ഒരു വീടിൻ്റെ പ്ലാനിങ്ങിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഏരിയയാണ് അതിൻ്റെ ബാത്റൂമിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത്. ബാത്റൂമിൻ്റെ പ്രോപ്പറായിട്ടുള്ള സോണിങ്ങും അതുപോലെ തന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഫിക്സേഴ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള പൊസിഷനിങ്ങും ഒക്കെ ഒരു ബാത്റൂം ഡിസൈനിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഒരു ബാത്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാത്റൂമിൻ്റെ വെറ്റ് ഏരിയ ഡൈ ഏരിയ സെപ്പറേഷനും അതിൻ്റെ ഓരോ സ്പേസും എത്രത്തോളം കൊടുക്കണം, അതിനകത്തെ ഫിക്സേഴ്സ് ഏത് രീതിയിൽ യൂസ് ചെയ്യണം, ഏതൊക്കെ പൊസിഷനിൽ അത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഒരു ബാത്റൂം ഡിസൈനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാൻ സുബിൻ തോമസ്, ഗ്രീൻ ആഷ്വൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ഡിസൈനറാണ്. ഒരു ബാത്റൂമിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനിങ്ങിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സോണിംഗ് എന്ന് പറഞ്ഞ കാര്യമാണ്. നമ്മളിപ്പോൾ ആ ബാത്റൂമിൻ്റെ ഒരു ഡയമെൻഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് ഐഡിയലും തോന്നുന്ന ഒരു സൈസ് എടുത്തിട്ട് ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അത് 270/165 എന്ന് പറഞ്ഞ ഒരു സൈസ് ഉള്ള ഒരു ബാത്റൂം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സോണിങ്ങും അതിൻ്റെ ബാക്കി പൊസിഷനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആ ഒരു പ്ലാൻ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു 270/165 എന്ന സൈസിലുള്ള ഒരു ബാത്റൂം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സോണിങ്ങാണ്. അതിൻ്റെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ വെറ്റ് ഏരിയ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ബാത്തിങ്ങിന് വേണ്ട ബാത്ത് ഏരിയ ആണ് ശരിക്കും വെറ്റ് ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രൈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസറ്റും അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനും ഇരിക്കുന്ന ഒരു ഏരിയനെയാണ് ഡ്രൈ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 270/165 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വെറ്റ് ഏരിയ അതായത് ബാത്തിങ്ങിന് വേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ 100 ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി മൊത്തം ഡ്രൈ ഏരിയ എന്ന് പറയുന്നത് 170 സെൻറ്റിമീറ്റേഴ്സും ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ ഡ്രൈ ഏരിയയിലെ സ്പേസിനെ തന്നെ നമ്മൾ WC വാട്ടർ ക്ലോസറ്റിന് വരുന്ന ഒരു സ്പേസ് അതുപോലെ തന്നെ വാഷ് ഏരിയയ്ക്ക് വരുന്ന സ്പേസ് അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഈ 270/165 എന്ന് പറഞ്ഞ ബാത്റൂമിലാണെങ്കിൽ ഈ ഡ്രൈ ഏരിയ വരുന്ന 170 സെൻറ്റിമീറ്ററിനെ വാട്ടർ ക്ലോസറ്റിന് വരുന്നത് 90 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വാഷ് ഏരിയയ്ക്ക് വരുന്നത് 80 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ ബാത്ത് ഏരിയയ്ക്കും WC വാഷ് ഏരിയ അങ്ങനെ മൂന്നായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് ഈ സ്പേസിനെ അലോട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കി ഡിസൈൻ പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഇനി നമ്മൾ വെറ്റ് ഏരിയ ആയിട്ട് തിരിച്ച ഭാഗത്ത് എന്തൊക്കെ ഫിക്സേഴ്സാണ്, അത് ഏത് രീതിയിലാണ് അതിൻ്റെ പൊസിഷൻ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഈ വെറ്റ് ഏരിയയിൽ നമുക്ക് മെയിനായിട്ടും വരുന്നത് സ്പൗട്ട്, അതുപോലെ തന്നെ ഡൈവേർട്ടർ, ഓവർഹെഡ് ഷവർ, ഹാൻഡ് ഷവർ, ഗ്ലാസ് ഷെൽഫ്, അതുപോലെ തന്നെ ടവൽ റോഡ്, ഗ്രേറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കുളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് ആ ഒരു കാര്യങ്ങളായിരിക്കും ഈ വെറ്റ് ഏരിയയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് സ്പൗട്ടാണ്. ഇപ്പം ഈ സ്പൗട്ട് ഡൈവേർട്ടർ എന്നുള്ളൊരു കോമ്പിനേഷനിൽ നമുക്ക് ഈ കാര്യങ്ങൾ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പണ്ട് കൊടുത്തേക്കുന്നത് പോലെ മിക്സറായിട്ട് കൊടുക്കാം. ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും വന്നിട്ട് ഒരു മിക്സർ യൂണിറ്റായിട്ട് നമ്മൾ പണ്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ആ രീതിയിലും കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും പുതിയ രീതിയിൽ കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഈ തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടറും സ്പൗട്ടും ആ ഒരു കോമ്പിനേഷനിലും ഈ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന സ്പൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോർ ലെവലിൽ നിന്ന് ഏകദേശം 70 സെൻറ്റിമീറ്ററിൽ നിൽക്കണം. അത് നമ്മളിപ്പോൾ ഈ ബാത്ത് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പേസിൻ്റെ കൃത്യം സെൻട്രലിലും കൊടുക്കണം. അതായത് നമ്മൾ ബാത്ത് ഏരിയ ആയിട്ട് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ബാത്റൂമിൽ നമ്മൾ ഈ ബാത്ത് ഏരിയ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തേക്കുന്നത് 100 സെൻറ്റിമീറ്ററാണ്. അപ്പം ആ ഭിത്തിയിൽ നിന്ന് 50 സെൻറ്റിമീറ്റർ മാറി ആ ഒരു സെൻട്രൽ ലൈനിലായിരിക്കും ഈ സ്പൗട്ട്, ഡൈവേർട്ടർ, ഓവർഹെഡ് ഷവർ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സ്പൗട്ട് എന്ന് പറയുന്നത് ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 70 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നിൽക്കണം. അതുപോലെ തന്നെ ഈ ഡൈവേർട്ടർ ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 100 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നിൽക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഓവർഹെഡ് ഷവർ ഒരു 220 ഹൈറ്റിൽ നിൽക്കണം. അതുപോലെ തന്നെ ഈ ഹാൻഡ് ഷവർ എന്ന് പറയുന്നത് ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 120 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ സെൻട്രൽ ലൈനിൽ നിന്ന് ഭിത്തി വരെയുള്ള ആ 50 സെൻറ്റിമീറ്റർ വരുന്നതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടായിരിക്കും, അതായത് ഭിത്തിയിൽ നിന്ന് ഒരു 25 സെൻറ്റിമീറ്റർ മാറിയിട്ടായിരിക്കണം ഈ ഹാൻഡ് ഷവർ നിൽക്കുന്നത്. അപ്പോൾ അത് 120 ഹൈറ്റിലും കൊടുക്കും. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വരുന്നത് നമ്മൾ ഗ്ലാസ് ലെഡ്ജോ കാര്യങ്ങളോ നമുക്ക് സ്റ്റോറേജിനൊക്കെ ആയിട്ടുള്ള ഒരു ലെഡ്ജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്ലാസ് ഷെൽഫ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 150 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നിൽക്കേണ്ടത്. അതുപോലെ തന്നെ ടവൽ റോഡ് കൊടുക്കുന്നതും ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 150 ഹൈറ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ബാത്ത് ഏരിയ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിഷായിട്ടുള്ള സ്പേസുകൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോറേജിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതും ഒരു ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 120 ഹൈറ്റിലായിരിക്കും സാധാരണഗതിയിൽ ഈ നിഷ് സ്പേസുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബാത്ത് ഏരിയയിൽ പൊതുവേ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ ബാത്ത് ഏരിയയുടെ ഒരു ഏരിയ നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് അതിനകത്ത് ഇത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഇതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് പാർട്ടീഷനൊക്കെ ചെയ്ത് ഈ ബാത്ത് ഏരിയ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ബാത്ത് ഏരിയയ്ക്ക് ഉള്ളിൽ തന്നെ ഇതിന് നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ക്രമീകരിക്കുന്നതിലൂടെ നമുക്കതൊരു എഫക്റ്റീവായിട്ട് ആ ബാത്ത് ഏരിയനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഡ്രൈ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രൈ ഏരിയയിൽ ആദ്യം വരുന്ന പോർഷൻ എന്ന് പറയുന്നത് വാട്ടർ ക്ലോസറ്റുമായിട്ട് ബന്ധപ്പെട്ട പോർഷനാണ്. നമ്മൾ 90 സെൻറ്റിമീറ്റേഴ്സാണ് ഈ വാട്ടർ ക്ലോസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത്.
അപ്പോൾ ആ ഒരു ഏരിയയിൽ പ്രധാനമായിട്ടും വരുന്നത് വാട്ടർ ക്ലോസറ്റ് വരും, അതിൻ്റെ കൺട്രോൾ പ്ലേറ്റ് വരും, അതുപോലെ തന്നെ അതിൻ്റെ ഹെൽത്ത് ഫോസറ്റ് വരും, റോൾ ഹോൾഡർ ഉണ്ടെങ്കിൽ അത് വരും, അതുപോലെ തന്നെ ബ്രഷ് ഹോൾഡർ ഉണ്ടെങ്കിൽ അതും വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വാട്ടർ ക്ലോസറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസ് ഈ 90 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന ലൈനിലായിരിക്കും നമ്മൾ ഈ വാട്ടർ ക്ലോസറ്റ് പ്ലേസ് ചെയ്യുന്നത്. ഈ വാട്ടർ ക്ലോസറ്റ് എന്ന് പറയുന്നത് ഫ്ലോർ ലെവലിൽ നിന്ന് ഏകദേശം 45 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന രീതിയിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ വരുന്ന കൺട്രോൾ പ്ലേറ്റ് ആണെങ്കിൽ ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 100 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. അതും ഈ വാട്ടർ ക്ലോസറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വരുന്ന കൺട്രോൾ പ്ലേറ്റും ആ ഒരു കൃത്യം ആ പോർഷൻ്റെ 90 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സെൻറ്റർ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ ലൈനിൽ അലൈൻഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇതിൻ്റെ വലതേ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബ്രഷ് ഹോൾഡർ കൊടുക്കും. ഈ ബ്രഷ് ഹോൾഡർ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ബ്രഷ് ഹോൾഡർ എല്ലാം നമ്മൾ എല്ലാ പ്രോജക്റ്റിലും കൊടുക്കണം നിർബന്ധമില്ല. നമുക്ക് അത്രയും എക്സ്പെൻസ് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബ്രഷ് ഹോൾഡർ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ റോൾ ഹോൾഡർ, ഈ ബ്രഷ് ഹോൾഡറിൻ്റെ മുകളിലായിട്ടായിരിക്കും റോൾ ഹോൾഡർ വരുന്നത്. ഈ റോൾ ഹോൾഡർ എന്ന് പറയുന്നത് ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 75 സെൻറ്റിമീറ്ററിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആംഗിൾ കോക്കും അതിൻ്റെ ഹെൽത്ത് ഫോസറ്റും ആയിരിക്കും വരുന്നത്. ഈ ഹെൽത്ത് ഫോസറ്റ് കൊടുക്കുമ്പോഴത്തേനും ഹെൽത്ത് ഫോസറ്റിൻ്റെ ആംഗിൾ കോക്ക് എന്ന് പറയുന്നത് ഒരു 45 സെൻറ്റിമീറ്ററിലോ അതുപോലെ തന്നെ അതിൻ്റെ ഹെൽത്ത് ഫോസറ്റിൻ്റെ ഹുക്ക് എന്ന് പറയുന്നത് ഒരു 75 സെൻറ്റിമീറ്ററിലായിരിക്കും നമ്മൾ കൊടുക്കുക. ഈ ഹെൽത്ത് ഫോസറ്റിന് ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് ഉണ്ടാകും. ആ ട്യൂബിൻ്റെ ലെങ്ത് ഏകദേശം ഒരു 1 മീറ്റർ ആയിരിക്കും. അപ്പോൾ ആ ട്യൂബ് ഒരിക്കലും ഫ്ലോറിൽ ടച്ച് ചെയ്ത് കിടക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് ടച്ച് ചെയ്യാത്ത രീതിയിലായിരിക്കണം നമ്മൾ അതിൻ്റെ പൊസിഷൻ കൊടുക്കുക. അപ്പോൾ 45-ൽ ഈ നമ്മൾ ആംഗിൾ കോക്ക് കൊടുത്തിട്ട് 75-ൽ ഇതിന് ഹെൽത്ത് ഫോസിൻ്റെ ഹുക്ക് കൊടുക്കുമ്പോഴത്തേനും അത് ടച്ച് ചെയ്താൽ കിടക്കും. അതേസമയം ഇതിൻ്റെ ഹൈറ്റ് താഴേക്ക് 75 എന്നുള്ള ഹൈറ്റ് താഴേക്ക് പോകുന്നു കഴിഞ്ഞാൽ ഇത് ഫ്ലോറിൽ ടച്ച് ചെയ്ത് കിടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ കാര്യവും നമ്മൾ ഈ ഒരു WCയുടെ പാർട്ടായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ബാത്റൂമിൻ്റെ മൂന്നാമതായിട്ട് വരുന്ന ഏരിയയാണ് വാഷ് ഏരിയ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആദ്യം ആ സ്പേസ് എല്ലാം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വാഷ് ഏരിയക്ക് കൊടുത്തേക്കുന്ന 80 സെൻറ്റിമീറ്റേഴ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡിസൈൻ ചെയ്തേക്കുന്ന ഈ ബാത്റൂമിൽ നമ്മൾ കൗണ്ടർ ടോപ്പായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കബോർഡ് വരും, അതിൻ്റെ മുകളിലൊരു ഗ്രാനൈറ്റിൻ്റെ കൗണ്ടർ വരും, അതിൻ്റെ മുകളിൽ കൗണ്ടർ ടോപ്പായിട്ടുള്ള ടൈപ്പ് വാഷ് ബേസും വരുന്ന രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ വാഷ് ബേസിൻ്റെ ടോപ്പ് വരേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് ഫ്ലോർ ലെവലിൽ നിന്ന് 85 സെൻറ്റിമീറ്റേഴ്സാണ്. അപ്പോൾ ആ ടോപ്പ് 85 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഫിക്സ് ചെയ്ത് താഴേക്ക് വാഷ് ബേസിൻ്റെ പൊക്കത്തിനനുസരിച്ചിട്ട് അതിൻ്റെ താഴെ കൗണ്ടർ വരുന്ന രീതിയിൽ നമ്മളിത് ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിന് നമ്മൾ ടാപ്പിൻ്റെ ഒരു ടോപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് മിറർ വരുന്ന രീതിയിലും അതിനോട് ചേർന്ന് തന്നെ ഫ്ലോർ ലെവലിൽ നിന്ന് 120 ഹൈറ്റിൽ നമ്മളൊരു ടംബ്ലർ ഹോൾഡർ വരുന്ന രീതിയിലും ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വാഷ് ഏരിയയിൽ പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങളാണ്. വാഷ് ബേസും വരും, അതിൻ്റെ ഒരു ടാപ്പ് വരും, ടംബ്ലർ ഹോൾഡറോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരും. ചിലപ്പം ഈ സോപ്പ് ഡിസ്പെൻസറോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഈ വാഷ് ഏരിയയുടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാത്റൂം ഡോറിൻ്റെ പൊസിഷനിങ്ങും കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാത്റൂമിൻ്റെ ഡോർസ് എപ്പോഴും നമ്മൾ ഡ്രൈ ഏരിയയിലേക്കായിരിക്കും ഓപ്പൺ ചെയ്യേണ്ടത്. വെറ്റേരിയയിലേക്ക് ഇപ്പം ഡ്രൈ ഏരിയ വെറ്റേരിയ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ നമ്മളിപ്പോൾ വാഷ് ബേസിനോ വാട്ടർ ക്ലോസറ്റോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാല് നനയാതെ തന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ്. ഇപ്പോൾ ബാത്തിങ് ഏരിയ നമ്മൾ കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മുടെ ഫ്ലോറിൽ നനഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഡോറ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, നമ്മളിപ്പം വീൽ ചെയർ ആക്സസോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ നമ്മളൊരു 90 സെൻറ്റിമീറ്റേഴ്സ് എങ്കിലും വീതിയുള്ള ഡോറുകൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ നോർമലി ബാത്റൂംസിന് കൊടുക്കുന്ന ഒരു ഡോറിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 80 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ വീൽ ചെയറോ അല്ലെങ്കിൽ നമ്മൾ ഈ പേരൻസ് ബെഡ്റൂമോ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബാത്റൂമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മിനിമം 90 വിഡ്ത്തെങ്കിലും ഉള്ള ഡോർ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ബാത്റൂമിൻ്റെ ഫ്ലോർ ലെവൽസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് കയറുമ്പോൾ റൂമിൻ്റെ ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 3 സെൻറ്റിമീറ്റർ താന്നിട്ടായിരിക്കും നമ്മുടെ ഡ്രൈ ഏരിയ ഉണ്ടാവുക. അതേസമയം ഈ ഡ്രൈ ഏരിയയിൽ നിന്ന് ഒരു 3 സെൻറ്റിമീറ്റർ താന്നിട്ടായിരിക്കും നമ്മുടെ വെറ്റ് ഏരിയ ഉണ്ടാവുക. ഈ രീതിയിലായിരിക്കും നമ്മൾ ബാത്റൂമിൻ്റെ ഒരു ഫിനിഷ്ഡ് ഫ്ലോർ ലെവൽ കൊടുക്കുക. ഇപ്പം ഡ്രൈ ഏരിയയിലായാലും നമ്മൾ എന്തെങ്കിലും ക്ലീനിങ് നടക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് ബെഡ്റൂമിലേക്ക് വെള്ളം തെറിക്കുകയോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനാണ് ആ ഒരു ലെവൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈ ഏരിയയിൽ നിന്ന് വെറ്റ് ഏരിയയിൽ നിന്നുള്ള വെള്ളം ഡ്രൈ ഏരിയയിലേക്ക് ഒഴുകി കയറാതിരിക്കാനായിട്ട് അവിടെയും നമ്മളൊരു ചെറിയ കട്ടിങ് കൊടുക്കും. അപ്പോൾ അത് എല്ലാം ഈ ഒരു മിനിമം 270 അല്ലെങ്കിൽ 240 എങ്കിലും നീളമുള്ള ബാത്റൂമുകളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം ഒരു 240 ലെന്തെങ്കിലും ഉണ്ടാവണം. അപ്പോൾ 240 വരുന്ന ഒരു ബാത്റൂമിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡിവിഷൻസ് 90 സെൻറ്റിമീറ്റേഴ്സ് നമ്മൾ ബാത്ത് ഏരിയയ്ക്കും അതുപോലെ തന്നെ ക്ലോസറ്റ് വരുന്ന WCയുടെ ഏരിയയ്ക്ക് നമ്മളൊരു 80 സെൻറ്റിമീറ്റേഴ്സും വാഷ് ഏരിയയ്ക്ക് ഒരു 70 സെൻറ്റിമീറ്റേഴ്സും ഉള്ള രീതിയിലായിരിക്കും
ഈ ഒരു ഡിവിഷൻസ് നടത്തുക, വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ആ ഒരു രീതിയിലായിരിക്കും. അപ്പം മിനിമം നമുക്കൊരു 240 എങ്കിലും ലെങ്ത് ഉണ്ടെങ്കിലേ ഉള്ളൂ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ രീതിയിലേക്ക് ഒരു ബാത്റൂം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു സൈസ്, ഏറ്റവും ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ട ഒരു സൈസ് എന്ന് പറയുന്നത് 270/165 എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനോട് ചേർന്നിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്ലാസ് പാർട്ടീഷനോ അല്ലെങ്കിൽ ഷവർ കർട്ടനോ കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തതിൻ്റെ ഒരു കൃത്യമായ ആ ഒരു യൂസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരു പാർട്ടീഷൻ ഉണ്ടാവണം. ഗ്ലാസ് പാർട്ടീഷൻ ആവും അല്ലെങ്കിൽ ഷവർ കർട്ടൻ ആവും. ഇപ്പോൾ ഗ്ലാസ് പാർട്ടീഷനോ ഷവർ കർട്ടനോ ഒക്കെ കൊടുക്കുമ്പോൾ ഈ വെറ്റ് ഏരിയയിൽ നിന്ന് ഡ്രൈ ഏരിയയിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് ഈ ഒരു പാർട്ടീഷൻസ് ഉണ്ടാവുക. ഇപ്പോൾ ഗ്ലാസ് പാർട്ടീഷനൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ടഫൻ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ പുള്ളി ചെയ്യുന്ന രീതിയിലോ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ബാത്റൂം ഡിസൈൻ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വെന്റിലേഷൻ്റെ പൊസിഷനും സൈസും. നമ്മളിപ്പോൾ സാധാരണ ബാത്റൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ വെന്റിലേഷൻസ് ഒരു പ്രത്യേക സൈസ് ഇല്ലാതെ അതിൻ്റെ ഒരു സ്പേസിൽ പ്രത്യേക പ്ലാനിങ് ഒന്നും ഇല്ലാതെ കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാക്കി ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിൻഡോസിൻ്റെ പൊസിഷൻ ഒന്നെങ്കിൽ നമ്മൾ ക്ലോസറ്റ് വരുന്ന WC ഏരിയയുടെ മുകൾ ഭാഗത്തായിട്ട് കൃത്യമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബാത്ത് ഏരിയയുടെ ആ ഒരു ടോപ്പ് ഏരിയയിൽ ലിൻഡർ ലെവലിൽ വരുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് ഒരുപക്ഷെ വാഷ് ഏരിയയിലേക്കൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ മിററൊക്കെ പ്ലേസ് ചെയ്യുമ്പോഴത്തേന് ബുദ്ധിമുട്ട് വരാം, അല്ലെങ്കിൽ ഈ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വരാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഗ്ലാസ് പാർട്ടീഷൻ്റെ പൊസിഷനും അതുപോലെ തന്നെ മിററിൻ്റെ കാര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ വെന്റിലേഷൻസ് പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ വെന്റിലേഷൻ ഒരു പരിധി കൂടുതൽ സൈസ് കൊടുത്തിട്ട് നമ്മുടെ അതിൻ്റെ ഒരു ഭംഗി കുറയ്ക്കുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത്യാവശ്യം ഒരു വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ ആ ഒരു ബാത്റൂമിന് ആപ്റ്റായിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെ വെന്റിലേഷൻ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ബാത്റൂമിൻ്റെ പ്ലാനിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഫിക്സ്ചേഴ്സിൻ്റെ പൊസിഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു വീട് പണിയുന്ന സമയത്ത് അതിൻ്റെ ബാത്റൂം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനും എഫക്റ്റീവായിട്ട് അതിൻ്റെ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.